രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ചെങ്കോട്ടയുടെ നെറുകയിൽ ത്രിവർണ്ണ പതാക വാനോളം ഉയരുമ്പോൾ മനോഹരമായ വാഗ്ദാനങ്ങളും ഗാംഭീര്യമുള്ള വാക്കുകളും കൊണ്ട് രാജ്യം വീണ്ടും മറ്റൊരു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് സാക്ഷ്യം വഹിക്കും. എന്നാൽ ആ കോട്ട കൊത്തളങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന വാഗ്ദാന പെരുമഴകൾക്കിടയിൽ ഈ രാജ്യത്തെ യുവത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിലേക്ക് ഒരു വെല്ലുവിളി വെക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ? ത്രിവർണ്ണക്കൊടി ആകാശത്ത് പാറി പറക്കുമ്പോൾ നെഞ്ചു വിരിച്ച് തൊണ്ടയിടറാതെ ഈ രാജ്യത്തെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? CJP സ്ഥാപകനും യുവജന നേതാവുമായ അഭിജിത് ദീപ്കെ ഉയർത്തിയ ഈ വെല്ലുവിളി ഇന്ന് ഇന്ത്യയിലെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും നെഞ്ചിലെ വിങ്ങല് കൂടിയാണ്. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഭാവി തലമുറ കണ്ണീരിലും ആശങ്കയിലുമാണ്. NTA-യും നീറ്റ് പരീക്ഷാ തട്ടിപ്പുകളും അട്ടിമറിച്ച ഭാവിയെ ഓർത്ത് നിസ്സഹായരായി നിലവിളിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. കോച്ചിങ് സെന്ററുകളുടെ അടച്ചിട്ട മുറികളിലും ഹോസ്റ്റൽ മുറികളിലും പ്രതീക്ഷയേറ്റ് തൂങ്ങിയാടിയ എത്രയോ പാവം കുട്ടികളുടെ ജീവനറ്റ ശരീരങ്ങൾ നാം കണ്ടു. ഡോക്ടറാകണമെന്ന ഒറ്റ സ്വപ്നവുമായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പുസ്തകങ്ങൾക്ക് മുന്നിൽ കണ്ണു ചിമ്മാതിരുന്ന എത്രയോ കുഞ്ഞുങ്ങളാണ് നീറ്റ് ക്രമക്കേടുകൾക്കും പരീക്ഷാ ചോർച്ചകൾക്കും ഇരയായി ജീവൻ ഒടുക്കിയത്. ഈ വർഷം മാത്രം നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദങ്ങളും തുടർച്ചയായിട്ടുണ്ടായ സമ്മർദ്ദവും കാരണം അത് റദ്ദാക്കിയതിനു ശേഷമുള്ള 37 ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് 12 മുതൽ 14 വരെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവരുടെ മാതാപിതാക്കളുടെ കണ്ണീരിന് മുന്നിൽ നിശബ്ദത പാലിക്കാൻ മാത്രമേ കേന്ദ്ര ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആ പൊലിഞ്ഞുപോയ ജീവനുകൾക്ക് ഉത്തരം പറയാൻ പ്രധാനമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ സർക്കാരിനോ കഴിഞ്ഞില്ല. അതിനുള്ള ധാർമ്മികമായ ധൈര്യം നിങ്ങൾക്കില്ലെന്ന് ഈ രാജ്യത്തിന്റെ യുവത്വം വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ചെങ്കോട്ടയിലെ മൈക്രോഫോണിന് മുന്നിൽ നിന്ന് ടെലിപ്രോംപ്റ്ററുകൾ നോക്കി ദീർഘമായി പ്രസംഗിക്കാൻ എളുപ്പമാണ്. എന്നാൽ പരീക്ഷാ തട്ടിപ്പുകളിലും അഴിമതിയിലും തകർന്നുപോയ വിദ്യാർത്ഥികളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ ചങ്കൂറ്റം തന്നെ വേണം. സ്വന്തം ഭാവി എന്താകുമെന്നറിയാതെ തെരുവിൽ സമരം ചെയ്യുന്ന യുവതയുടെ മുന്നിൽ നിൽക്കാനൊരു നട്ടെല്ല് വേണം. കുട്ടികളുടെ കണ്ണീരിന് മറുപടി നൽകാൻ കഴിയാത്ത ഒരു ഭരണാധികാരിക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തെ നയിക്കാനാവുക? ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അനാവശ്യമായ അവകാശവാദങ്ങൾക്കും രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കും പകരം രാജ്യത്തിന്റെ നാളത്തെ വാഗ്ദാനമായ കുട്ടികളോട് സംസാരിക്കാൻ പ്രധാനമന്ത്രിയെ നിങ്ങൾ തയ്യാറാകണമെന്ന് അഭിജിത്ത് പറയുന്നുണ്ട്. അഴിമതിയും ക്രമക്കേടുകളും കൊണ്ട് തകർന്ന പരീക്ഷാ സമ്പ്രദായത്തെക്കുറിച്ച് മറുപടി പറയണം. ആത്മഹത്യ ചെയ്ത ആ പാവം കുട്ടികളുടെ കുടുംബങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാവണം. ത്രിവർണ്ണ പതാക തണൽ വിരിക്കുന്ന ഈ മണ്ണിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്തൊരു ഭരണകൂടത്തിന് ചരിത്രം ഒരിക്കലും മാപ്പു നൽകില്ല. അഭിജിത് ദീപ്കെ ഉയർത്തിയ ഈ ചോദ്യം മോദിക്ക് മുന്നിലെ വെറുമൊരു വെല്ലുവിളിയല്ല, അത് നീതിക്കായി ദാഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും അതിശക്തമായ പ്രതിഷേധ ശബ്ദമാണ്. അതാണ് അഭിജിത് ദീപ്കെ നടത്തിയ വെല്ലുവിളി. हेलो एवरीवन, 15 अगस्त आ रहा है. हर इंडिपेंडेंस डे को हमारे प्राइम मिनिस्टर रेड फोर्ट से भाषण करते हैं. तो इस बार हम चाहते हैं कि प्राइम मिनिस्टर का जो स्पीच है वो जेनजी के लिए हो, यूथ के लिए हो. प्राइम मिनिस्टर नरेंद्र मोदी अपनी स्पीच में इस बार 15 अगस्त को बताए कि वो जेनजी के लिए क्या कर रहे हैं, यूथ के लिए क्या कर रहे हैं और कैसे वो इनको एक बेटर फ्यूचर प्रोवाइड कर सकते हैं. और मैं आप लोगों से भी रिक्वेस्ट करता हूँ कि अगले एक हफ्ते तक प्लीज़ आप सभी लोग प्राइम मिनिस्टर से रिक्वेस्ट करिए कि इस बार उनकी जो स्पीच है वो आप लोगों के लिए होनी चाहिए, यानी कि जेनजी के लिए होनी चाहिए, यूथ के लिए होनी चाहिए. थैंक यू.